ഒരിക്കലും എളുപ്പമായൊരു ദൗത്യമല്ല ഇത്. പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും ശ്രമിക്കും. നമ്മൾ പിന്മാറിയാൽ ഇല്ലാതാകുന്നത് മനുഷ്യത്വമാണ്. ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളുമായി FFCയുടെ ചെറു കപ്പലിൽ ഗാസയിലേക്ക് പുറപ്പെടും മുമ്പ് ഗ്രേറ്റ തുൻബർഗ് ഇങ്ങനെ പറഞ്ഞു. ഗ്രേറ്റയടക്കം കപ്പലിലുണ്ടായിരുന്നവരെല്ലാം പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ സഹായം ഗാസയിലെത്തിക്കാൻ ഇസ്രയേൽ സമ്മതിച്ചില്ല. പലസ്തീൻ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതീകമുള്ള പേരും പേറി എത്തുന്ന ആ കപ്പൽ പലസ്തീൻ തീരത്തെത്തിയാൽ ലോകത്തിനു മുമ്പിൽ തങ്ങൾ ചെറുതാകുമെന്ന് ഇസ്രയേൽ ഭയന്നു. കപ്പൽ തടഞ്ഞു. ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ആ ജനതയ്ക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം നിഷേധിക്കുന്ന ഇസ്രയേലിന്റെ നടപടി ലോകമാകെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. വിശദമായി പരിശോധിക്കാം യാത്രയും ലക്ഷ്യവും. സംഘം ഗാസയിലേക്ക് യാത്ര തുടങ്ങിയത് ജൂൺ 1-ാം തീയതി ഇറ്റലിയിലെ സിസിലി തീരത്ത് നിന്നാണ്. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് അടക്കം 12 പേർ സംഘത്തിലുണ്ട്. യാത്ര പലസ്തീൻ അനുകൂല മനുഷ്യാവകാശ സംഘടന ഫ്രീഡം ഫ്ലോട്ടില കൊയിലീഷൻ ആണ്. കപ്പലിലുള്ളത് ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ഗാസയിലെ ജനങ്ങൾക്കുള്ള സഹായം ആണ്. ഗാസയിൽ എത്തിച്ചേരാൻ FFC നടത്തുന്ന രണ്ടാമത്തെ ശ്രമമാണ് ഇത്. ആദ്യ ദൗത്യം മാൾട്ട തീരത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. സംഘത്തിൽ ആരൊക്കെയാണെന്ന് നോക്കാം. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ്, യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമ ഹസൻ, ആക്ടിവിസ്റ്റ് യാസ്മിൻ അക്കാർ, തിയാഗോ ആവില, മാധ്യമപ്രവർത്തകൻ യാനിസ് ഹാംദി, അൽ ജസീറ പ്രതിനിധി ഒമർ ഫയദ്, സന്നദ്ധ പ്രവർത്തകർ സെർജിയോ ടോറിബ്യോ, ബാപ്റ്റിസ്റ്റ് ആൻഡ്രേ, ആക്ടിവിസ്റ്റ് സുയ ബൊർദു, മാർക്ക്മാൻ റനസ്, രവ വിയാഡ്, പാസ്കൽ എന്നിവരാണ്. സഹായ വിതരണത്തിനപ്പുറം ലക്ഷ്യം വെക്കുന്ന ഇസ്രായേൽ കൂട്ടക്കൊലയ്ക്കുള്ള മറുപടി സിംബോളിക്കായിട്ട് എന്നതാണ്. കപ്പലിൽ നൽകിയ പേര് പലസ്തീനിലെ ഏക വനിതാ മത്സ്യത്തൊഴിലാളി മദ്ലീൻ കുല്ലാബിൻ്റേതാണ്. പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായാണ് ഈ പേര് നൽകിയിട്ടുള്ളത്. പിതാവ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 13 വയസ്സിൽ മദ്ലീൻ തൊഴിലേറ്റെടുത്തു. സഹായ വിതരണത്തിനപ്പുറം ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേൽ കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയാണ് എന്ന് നമ്മൾ പരിശോധിച്ചു. നമ്മൾ പരിശോധിച്ച കാര്യങ്ങളാണ്. ഹർഷൻ, ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഈ യാത്രയെക്കുറിച്ച്. ഗ്രേറ്റ തുൻബർഗിനെയും മറ്റ് ആക്ടിവിസ്റ്റുകളെയും കുറിച്ച്, ഒപ്പം പലസ്തീനിന് നേരെ ഇസ്രയേൽ കാലങ്ങളായിട്ട് തുടരുന്ന ഈ അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തെക്കുറിച്ച്, കൂട്ടക്കൊലയെക്കുറിച്ച് എങ്ങനെ കാണണം അതിനെ? തീർച്ചയായും ഗ്രേറ്റ തുൻബർഗിൻ്റെ പരിസ്ഥിതി വാദത്തോട് യോജിപ്പും പരിസ്ഥിതി തീവ്രവാദത്തോട് വിയോജിപ്പുമുള്ള ഒരാളാണ് ഞാൻ. അതായത് വിമാനത്തിൽ യാത്ര ചെയ്തത് എന്നൊക്കെ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതിനെ തമാശയായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് പ്രായവും ആ സമയത്തെ അതേക്കുറിച്ചുള്ള ധാരണയും ഒക്കെ കണക്കിലെടുത്ത് നമ്മൾ അതെല്ലാം മാറ്റിവെക്കാം. പക്ഷേ ഈ വിഷയത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അവർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വിഷയങ്ങൾ ഏറ്റവും ഈ കാലം ലോകം ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട, ഏറ്റവും ശ്രദ്ധേയമായി അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്രയധികം ആളുകൾ, സനീഷ്, നമ്മൾ പല ആവർത്തി ഗാസയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത്രയധികം ആളുകൾ ഒരു കുറഞ്ഞ പ്രദേശത്ത് നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഗാസയിലുണ്ട് എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ഇപ്പോഴത്തെ ഏതാണ്ടൊരു കണക്ക് പരിശോധിച്ചാൽ 96% ആളുകൾക്ക്, അതായത് ആ പ്രദേശത്ത് ജീവിക്കുന്നതിൽ 96% ആളുകൾക്ക് ഭക്ഷ്യലഭ്യതയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. ഭക്ഷണം കിട്ടാനില്ല. ഒരു ചെറിയ പ്രദേശത്ത്, ഞാൻ പറഞ്ഞല്ലോ, 60,000 ആളുകളെ ബോംബിട്ട് കൊന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ 96% ആളുകൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. അതിൽ തന്നെ 4,95,000 പേർ ഏതാണ്ട് മരണത്തിൻ്റെ വക്കിലാണ്. ഇപ്പോൾ 4,95,000 പേർ മരണത്തിൻ്റെ വക്കിലാണ്. അതുപോലെ ഏതാണ്ട് 70% കൃഷിഭൂമി, അവിടുത്തെ 70% കൃഷിഭൂമിയും ബോംബിട്ട് നശിപ്പിച്ചു ഗാസയിലെ. ഇപ്പോൾ ഉള്ള ബാക്കിയുള്ള 30% പ്രദേശത്ത് എന്തെങ്കിലും കൃഷി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാൻ അവിടെ ആൾ അവശേഷിക്കുന്നുണ്ടോ, അത് ചെയ്യാനുള്ള കർഷകർക്ക് അത് ചെയ്യാവുന്ന സാധ്യതയുണ്ടോ, സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പക്ഷേ 70% ഒരു പ്രദേശത്ത് കൃഷിഭൂമിയായിട്ടുള്ളതിൻ്റെ 70% ബോംബിട്ട് തകർത്തിരിക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ, അതായത് ഒരു പട്ടിണിയും അവിടെ അങ്ങനെ നിരന്തരം ഒരു പട്ടിണി അനുഭവിക്കുന്ന സാഹചര്യം ഇല്ലാത്ത ഒരു പ്രദേശത്ത് മനുഷ്യനിർമ്മിതമായ ഒരു പട്ടിണി ഏതാണ്ട് ഈ പറയുന്ന 2 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നു അവിടെ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ആ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വസ്തുത. ഇപ്പോൾ ഗ്രേറ്റ തുൻബർഗിൻ്റെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഗ്രേറ്റ തുൻബർഗിൻ്റെ ഈ യാത്രയെ ഇപ്പോൾ കേരളത്തിലൊക്കെയുള്ള ചില വ്യാജ നിരീക്ഷകന്മാർ പരിഹസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവരുടെയൊക്കെ വിചാരം ഇതാണ്ട് ഈ കപ്പലിനകത്ത് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് ഈ ഗാസയിലുള്ള ആളുകൾക്കെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഗ്രേറ്റ തുൻബർഗ് ഒക്കെ ആലോചിച്ചിട്ടുള്ളതെന്നാണ്. അങ്ങനെയല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇതൊരു
ലോകം ഇത് ചർച്ച ചെയ്യണം. അതാണ് ഇത് ഇന്ത്യയിൽ നിന്നാണ് ആളുകൾക്ക് പരിഹസിക്കാതിരിക്കാൻ തോന്നുന്നത്. എന്താ വെച്ചാൽ ഇത് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ നാടാണ്. മഹാത്മാഗാന്ധി ഉപ്പ് ഉറുക്കാൻ പോയത് നാളെ മുതൽ ഈ ഉപ്പെല്ലാം ഉണ്ടാക്കി വിറ്റിട്ട് സമ്പന്നമായിട്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചിട്ട് ഈ ഉപ്പിൻ്റെ വില കൊണ്ട് തോൽപ്പിച്ചിട്ട് നമുക്ക് രാജ്യം ചെയ്യാം, രാജ്യം ഭരിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല. പ്രതീകാത്മക സമരമാണ്. അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഹർഷൻ, അതായത് ഗാന്ധി ദ എൻഡ് ഓഫ് നോൺ വയലൻസ് എന്ന് പറയുന്ന പുസ്തകം. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനാഷ് ഫിറാഖ് ഭട്ടാചാര്യ എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഈ നവഖാലിയിലും മറ്റും നടന്നിരിക്കുന്ന വലിയ, ബീഹാറിൽ ഒക്കെ നടന്നിരിക്കുന്ന വലിയ ഈ എന്താണ് ഹിന്ദു മുസ്ലിം കൊലപാതകം, കൂട്ടക്കൊലകൾ, പരസ്പരം കൂട്ടക്കൊലകൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, കലാപങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര നടത്തിയ ഗാന്ധിയെ പറ്റിയാണ്. അദ്ദേഹം അവിടെ പോയിട്ട് ഈ വലിയ കൊലപാതകങ്ങൾ നടക്കുകയാണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുകയാണ്. അദ്ദേഹം അങ്ങ് നടക്കുകയാണ് അതിനകത്തൂടെ. എന്തിനാണ് നടക്കുന്നത്? അദ്ദേഹത്തിന് ഈ ആളുകൾ മുഴുവൻ, ലക്ഷക്കണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റുമോ? സിംബോളിക്കായിട്ട് അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. 22 വയസ്സേ ഉള്ളൂ ഗ്രേറ്റ തുൻബർഗിന്. എന്തിനാണ് അവർ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഭക്ഷണം മാത്രം എടുത്ത് അങ്ങോട്ട് പോകുന്നത്? ആദ്യത്തെ വാഹനം പോയപ്പോൾ അതിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. എന്നിട്ട് ആ 22 വയസ്സുകാർ വീട്ടിൽ പോയിരുന്നില്ല, വീണ്ടും പോവുകയാണ് ഈ കടലിനകത്തൂടെ, ഈ കോളിലൊക്കെയുള്ള കടലിനകത്തൂടെ. ഈ പ്രശ്നം അവിടെ ചെന്നാൽ അവർ തടയുമെന്ന് ഇവർക്ക് അറിയാത്ത ആളുകളല്ല, അവർ തടയും. പക്ഷേ അതിലേക്ക് ശ്രദ്ധ എത്തിക്കുക എന്നതാണല്ലോ ഇവർ ഈ ഇതുകൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? അവിടെ ഏതാണ്ട് എല്ലാ രാജ്യത്തിൽ നിന്നും, കുറേയേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെയുണ്ട്, അതിനകത്ത് ആ വാഹനത്തിലുണ്ട്. 12 പേരുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ബ്രസീൽ, തുർക്കി, സ്പെയിൻ, നെതർലാൻഡ്, അയർലൻഡ്, ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ഈ പ്രശ്നം ചർച്ച ചെയ്യും. അതായത് 10,000-കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്രായേൽ ആശുപത്രികൾക്ക് നേരെയും സ്കൂളുകൾക്ക് നേരെയും ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശരിയല്ല, നിങ്ങളെ നിർത്തണം എന്ന് പറയുന്ന ഒരു 22 കുറേയേറെ ആളുകളും അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനെ വലിയ ആദരവോടെയാണ് ലോകം നോക്കേണ്ടത്. ലോകം നോക്കുന്നത് നിസ്സാരരായിട്ടുള്ള ചില ആളുകൾ ഇതുപോലെ കളിയാക്കുന്നുണ്ട്. അത് നമുക്കത് അവസാനിപ്പിക്കുന്നതാണ്. ആ തരം കളിയാക്കൽ അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത്. പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് മദ്ലിൻ കുലാബ് എന്ന പേര്. ഇസ്രായേൽ ആക്രമണത്തിൽ അച്ഛൻ കൊല്ലപ്പെട്ടതോടെ മത്സ്യത്തൊഴിലാളിയായ അച്ഛൻ്റെ തൊഴിൽ വെറും 13-ാം വയസ്സിൽ ഏറ്റെടുത്ത പെൺകുട്ടി, പലസ്തീനിലെ ഏക വനിതാ മത്സ്യത്തൊഴിലാളി. ഇസ്രായേലിൻ്റെ കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയും ഗാസയ്ക്കുള്ള പിന്തുണയുമായി ഒരു കപ്പൽ പുറപ്പെടുമ്പോൾ മദ്ലീൻ എന്ന പേര് ആ ദൗത്യത്തിനോടും ജനതയോടും പുലർത്താവുന്ന സാമാന്യ നീതിയാണ്. ഒരു തവണ യാത്ര തടഞ്ഞെന്ന് കരുതി ആ ശ്രമം ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നുറപ്പാണ്. ആ സ്നേഹദൗത്യം ഇന്നല്ലെങ്കിൽ നാളെ തീരം തൊടുമെന്ന് തന്നെ RDX വിചാരിക്കുന്നു. ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിക്കുള്ള മറുപടിയായിട്ട് പലസ്തീനികളുടെ ജീവിച്ചിരിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ച് ചിതറിത്തെറിച്ച കുഞ്ഞുങ്ങളുടെ മരണസാക്ഷ്യങ്ങൾ കണ്ട് വേദനിക്കുന്ന നല്ലവരുടെ ലോകം ഇനിയും ദൗത്യങ്ങൾക്കിറങ്ങും. ഉന്മൂലനത്തിൻ്റെ വിനാശശക്തികൾക്കെതിരെ തിരകളോട് മല്ലടിച്ച് ഇനിയും കപ്പലുകൾ തീരം തേടി വരും. നിശബ്ദത പാലിക്കാനും കീഴടങ്ങാനും സമ്മതമല്ല എന്ന സന്ദേശവുമായി ഗ്രറ്റയുടെ ദൗത്യം പൂർത്തിയാകട്ടെ. അതിൽ നിന്ന് കൂടുതൽ കരുത്താർജിച്ച് ലോകം സ്നേഹയാത്രകൾ തുടരട്ടെ.